ഹലോ. അപ്പോൾ OFT എന്നുള്ള പേര് മാറ്റിയതിന് ശേഷമുള്ള എൻ്റെ ആദ്യത്തെ ട്രിപ്പാണ്, അതിൻ്റെ വ്ളോഗാണ് ഇപ്പം ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ എഡിൻബറ ട്രിപ്പാണ്. അപ്പോൾ മിഡിൽസ് പോകുന്ന ഏറെക്കുറെ എഡിൻബറയ്ക്ക് 150 മൈലാണുള്ളത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ രഥം. അപ്പോൾ ഞങ്ങളുടെ സാരഥിയാണ് എൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ. ഹലോ ഓൾ. സോ ഇതൊരു റോഡ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ വണ്ടിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണമല്ലോ. ഒരത്ത് തന്നെ ഞങ്ങളുടെ സ്വന്തം വണ്ടിയും അല്ലാതാനും ഞങ്ങൾക്കാണെങ്കിൽ ഈ സ്കോട്ടിഷ് ഹൈലാൻഡ്സിലൊക്കെ കയറാനുള്ള ഒരു പ്ലാനോട് കൂടിയിട്ടാണ് ഈ ട്രിപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ നേരെ കണ്ട ആദ്യത്തെ ഫ്യൂൽ സ്റ്റേഷനിൽ തന്നെ കയറ്റി പെട്രോളൊക്കെ ഒന്ന് അടിച്ച് എയറും സംഭവങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നല്ലൊരു അടിപൊളി കാർ വാഷിങ് കൊടുത്തു. മാനുവൽ കാർ വാഷിംഗ് അല്ല, ഓട്ടോമാറ്റിക് കാർ വാഷിംഗ് ആണ്. നമ്മള് രാവിലെ ഒരു 7 മണിക്കൊക്കെ ട്രിപ്പ് തുടങ്ങിയതാണ്. ഇപ്പൊ ഏറെക്കുറെ ഒരു 40 മൈൽ ദൂരം കവർ ചെയ്ത് ന്യൂകാസിലും കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു സർവീസസിൽ കയറിയിരിക്കുകയാണ് ഫുഡൊക്കെ കഴിക്കാനായിട്ട്. ഇവിടെ ബർഗർ കിങ് ഉണ്ട്, ഗ്രെഗ്സ് ഉണ്ട്. അപ്പോൾ അതിലിവിടെ നിങ്ങളൊക്കെ ഫുഡ് കഴിച്ച് ബാക്കി ജേണി തുടരാം. ഗ്രെഗ്സിൽ ബ്രേക്ക്ഫാസ്റ്റ് മീലായിട്ട് വരുന്ന സംഭവം എന്തൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചത്. ഇത്ര ടോപ്പ് നോച്ചൊന്നും അല്ല, എന്നാലും കഴിക്കണമല്ലോ, അതുകൊണ്ട് കഴിച്ചു. ഇത് ഇംഗ്ലണ്ടിന്റെയും സ്കോട്ട്ലാൻഡിന്റെയും ബോർഡർ ആണ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം വെൽക്കം ടു സ്കോട്ട്ലാൻഡ് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. സോ ആംഗ്ലോ സ്കോട്ട്ലാൻഡ് ബോർഡർ എന്നാണ് ഇതിനെ പറയുന്നത്. ഞങ്ങൾ ഏറെക്കുറെ ഒരു 80 മൈലോളം സഞ്ചരിച്ചു കഴിഞ്ഞു. ഇനി കുറച്ച് ദൂരം കൂടി ഉള്ളൂ ഞങ്ങളുടെ ഇപ്പോഴത്തെ ഡെസ്റ്റിനേഷൻ ആയ എഡിൻബറയിലേക്ക്. അപ്പൊ എന്റെ വലത്തേക്കാല് സ്കോട്ട്ലാൻഡിലും ഇടത്തേക്കാല് ഇപ്പോ ഇംഗ്ലണ്ടിലാണ്. ആൻഡ് ദിസ് ഈസ് ഇംഗ്ലണ്ട് സ്കോട്ട്ലാൻഡ് ബോർഡർ. ഈ സ്കോട്ട്ലാൻഡ് റോഡ് ട്രിപ്പിൽ ഞങ്ങൾ ആകെ വണ്ടി ഒന്ന് ചവിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കോട്ട്ലാൻഡ് ബോർഡറിൽ മാത്രമായിരുന്നു. അവിടെ നിന്ന് നേരെ ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ എഡിൻബറയിലേക്ക് കയറി. എഡിൻബറയിലെ റോഡുകൾ കേരളത്തിലെ റോഡുകളത്തെ പോലെ കുണ്ടും കുഴിയൊക്കെ നിറഞ്ഞ റോഡുകളാണ്. ഒരു മോശം എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ദെൻ അവിടെ നിന്ന് ഞങ്ങൾ ഈ നേരെ ഫ്രീ പാർക്കിംഗ് ആയിട്ടുള്ള ഈ സെയിൻറ്റ് ജെയിംസ് ക്വാർട്ടർ എന്ന് പറഞ്ഞെടുത്ത് കാർ പാർക്ക് ചെയ്ത് ഞങ്ങളുടെ എക്സ്പ്ലോറിങ് സ്റ്റാർട്ട് ചെയ്യാനുണ്ടായത്. എഡിൻബറ സിറ്റിയിൽ തന്നെ അല്ലെങ്കിൽ ഈ പ്രിൻസസ് സ്ട്രീറ്റിനോട് ചേർന്നിട്ടുള്ള ഒരുപാട് ഏരിയാസിൽ തന്നെ ഒരുപാട് ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നടന്നൊന്ന് കണ്ട് ഞങ്ങൾ കുറച്ച് ദൂരെയുള്ള എവിടെയെങ്കിലും പോവാം. ഒരു ബീച്ചായിരുന്നു ഞങ്ങളുടെ പ്ലാന്. അങ്ങോട്ടേക്കുള്ള യാത്രയാണ് ഇത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്കോട്ട്ലാൻഡ് ട്രിപ്പിന്റെ എഡിൻബറ ട്രിപ്പിന്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് ഡേ ഏറെക്കുറെ ഒരു പരിസമാപ്തി ആവാറായി എന്ന് പറയാം. ഞാൻ എത്തി നിൽക്കുന്നത് ക്രൈമണ്ട്
കോസ്വേ എന്ന് പറഞ്ഞൊരു സംഭവത്തിലാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഈ രണ്ട് സൈഡും ബീച്ചാണ്. ഇപ്പൊ കണ്ട ബീച്ചിന്റെ പോലെ ഒന്നുമില്ല, പക്ഷെ ഇവിടേക്ക് വെള്ളം കയറും. ഈ രണ്ട് സൈഡിൽ നിന്ന് വെള്ളം കയറുന്ന ടൈപ്പുള്ള ഒരു ബീച്ചാണ്. അപ്പോൾ കോസ്വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പറയുക, സേഫ് ആയിട്ടുള്ള ടൈമിൽ നമുക്ക് അപ്പുറത്താണ് നമ്മൾ വന്നിറങ്ങാൻ, നമ്മുടെ കാറൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത് ആ സൈഡിലാണ്. അപ്പോൾ അവിടെ നിന്ന് ദോ കാണുന്ന ആ ദ്വീപ് എന്നൊക്കെ പറയാമല്ലോ, ആ കാണുന്ന ദ്വീപ്, ആ ദ്വീപിലേക്ക് നമുക്ക് ഇങ്ങനെ നടന്നു പോകാം. കുറച്ച് ദൂരം നടക്കാനുണ്ട്. ഇതാണ് ആ പാത്ത് എന്ന് പറഞ്ഞാൽ അവിടെ നോക്കി കഴിഞ്ഞാൽ സ്കോട്ട്ലൻഡിന്റെ ഫ്ലാഗ് ഒക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാം. ഇതാണ് ഏറെക്കുറെ എൻ്റെ ആദ്യത്തെ ദിവസത്തെ അവസാനത്തെ ഐറ്റമായിട്ട് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. സോ ജസ്റ്റ് കംപ്ലീറ്റ് ദിസ് വൺ ആൻഡ് വി വിൽ മീറ്റ് യു ഇൻ ഡേ 2. I'm in the highest point here, and ഈ ബാക്കിൽ കാണുന്നതാണ്, ഇവനല്ല അതിന്റെയും ബാക്കിൽ കാണുന്നതാണ് ഞങ്ങൾ തേടി വന്ന ബീച്ച്. യെസ്, അങ്ങനെ ഏറെക്കുറെ ഒരു 10 മണിയോടടുത്ത് ഞങ്ങളുടെ സ്കോട്ട്ലാൻഡ് ട്രിപ്പിന്റെ ഭാഗമായിട്ടുള്ള ഡേ 1 എഡിൻബ്ര സിറ്റി മൊത്തമായിട്ട് ഞങ്ങളൊന്ന് കവർ ചെയ്ത് ഞങ്ങളുടെ അക്കോമഡേഷനിൽ തിരിച്ചെത്തി. അപ്പോൾ ഞങ്ങൾ രാവിലെ മിഡിൽ സ്പ്രോയിൽ നിന്ന് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തതാണ്. അതിനുശേഷം എഡിൻബ്രയിലെത്തി. ഇത്ര ഫേവറബിൾ കണ്ടീഷൻസ് അല്ലായിരുന്നു. സംഭവം സമ്മറിലാണ് ഞങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്തതെങ്കിലും അത്യാവശ്യം നല്ല മഴയുള്ള ഒരു ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ച എല്ലാ പ്ലേസസിലും ഞങ്ങൾക്ക് പോകാനൊന്നും പറ്റിയില്ല. പിന്നെ പല പ്ലേസസും ഞങ്ങൾ മനഃപൂർവ്വം ഒഴിവാക്കുകയും ചെയ്തു, എഡിൻബ്ര കാസിലടക്കം. അത് കഴിഞ്ഞ് ഞങ്ങളുടെ അക്കോമഡേഷനിൽ ഞങ്ങൾ എത്തി. ഞങ്ങൾ Airbnb ത്രൂ ആണ് അക്കോമഡേഷൻ എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും Airbnb 1 റേറ്റ് കാണിച്ചുകൊണ്ട് തന്നെ booking.com ത്രൂ ആണ് ഇപ്രാവശ്യത്തെ അക്കോമഡേഷൻ എടുത്തത്. വളരെ നല്ല അക്കോമഡേഷൻ തന്നെ പറയണം. നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ കണ്ടാൽ തന്നെ ഏറെക്കുറെ മനസ്സിലാവും. ഇപ്പോൾ എഡിൻബ്ര സിറ്റിയിൽ നിന്ന് 1 മൈൽ താഴെ മാത്രം ദൂരമാണ് ഇവിടേക്കുള്ളത്. ഇതും സിറ്റി തന്നെയാണ്. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഈ പ്രിൻസസ് സ്ട്രീറ്റിൽ നിന്നൊക്കെ മാത്രമാണ് 1 മൈൽ ദൂരമൊക്കെ ഈ ഏരിയയിലേക്ക് വരുന്നത്. 104 പൗണ്ടാണ് ഞങ്ങൾക്ക് 1 ഡേ നൈറ്റിന് ഇവിടെ വന്നത്. 4 പേരുടെ സ്റ്റേ ആണ്, 2 റൂം, അടിപൊളി വലിയ റൂംസാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വേറെ ലെവൽ റൂംസാണ്. അതുപോലെ തന്നെ നല്ല കസ്റ്റമർ സർവീസും ആയിരുന്നു. അവിടെ ഞങ്ങളുടെ ഒരു ഭാഗ്യത്തിന് ഒരു മലയാളി ചേട്ടനുണ്ടായിരുന്നു കസ്റ്റമർ സർവീസിൽ. നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ അക്കോമഡേഷൻ എന്ന് പറയുന്നതും. ഡബിൾ ബാത്റൂം ആയിരുന്നു ഈ അക്കോമഡേഷൻ്റെ മറ്റൊരു മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്പേഷ്യസ് ആണ്, വളരെ സ്പേഷ്യസ് ആണ്. ഈ റൂം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡൈനിങ് ഏരിയയും അതുപോലെ അത് വിടുന്ന റൂം ഹാളും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്പേഷ്യസ് ആണ്. കൂടാതെ ഈ ഡബിൾ ബാത്റൂം വളരെ ഒരു ഇതായിരുന്നു. ട്രിപ്പൊക്കെ പോയി കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ, UK മറ്റൊരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രിപ്പൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കൊന്ന് ഇറങ്ങി മുള്ളാൻ പോലും മെക്ഡിയിലോ KFCയിലോ ഒക്കെ കയറേണ്ട അവസ്ഥയാണ്. അല്ലാതെ പബ്ലിക് ടോയ്ലറ്റ്സ് സംഭവങ്ങളൊന്നുള്ള ഏരിയ ഒന്നല്ല UK. അപ്പോൾ അതും വല്ലാത്തൊരു അട്രാക്ഷൻ തന്നെയായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം.
ഡിഷ് വാഷർ വരുന്നുണ്ട്.